ഹലോ, ഇന്ന് നോമ്പിൻ്റെ ക്ഷീണവും വിശപ്പും ദാഹവും ഒക്കെ ഒരുപോലെ മാറ്റാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഫ്താറിന് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ജ്യൂസോ അതുപോലെ ഫ്രൂട്ട്സോ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ഇത് മാത്രം മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. ഒട്ടും സമയം കളയാതെ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരു സോസ് പാൻ എടുത്ത് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് സേമിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ സേമിയ ഒന്ന് ഇതിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് വരുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ വറുത്ത സേമിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു പാർട്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് ഈ സേമിയ പാലിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ ഈ സമയത്ത് തന്നെ ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പിനടുത്ത് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് മാത്രമാണെങ്കിൽ അത് മാത്രം ചേർത്ത് കൊടുക്കാം. അതെല്ലാം മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പഞ്ചസാര മാത്രമായിട്ടും ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ മധുരത്തിനനുസരിച്ചിട്ട് ഇതിൽ മാറ്റങ്ങൾ വരുത്താം. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. സേമിയൊക്കെ ഈ പാലിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരണം. ആ സമയം മറ്റൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പാലും സേമിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് സേമിയ. ഈ സമയം നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് കസ്റ്റാർഡ് പൗഡറിൻ്റെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം ഇത് പെട്ടെന്ന് തന്നെ ഇതൊന്ന് കുറുകി വരും. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം, ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇപ്പോൾ സേമിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, കസ്റ്റാർഡ് പൗഡറൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കട്ടിയിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തീ ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഞാനിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 മണിക്കൂർ നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കസ്റ്റാർഡൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നുകൂടെ അതിൻ്റെ കട്ടിയൊക്കെ ഒന്ന് കൂടി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന അളവൊക്കെ കറക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതേ രീതിയിൽ തന്നെ കിട്ടും. ഇതെല്ലാം ഞാനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മുന്തിരിയാണ് ഇട്ട് കൊടുക്കുന്നത്, പച്ച മുന്തിരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ബ്ലാക്ക് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പഴുത്ത മാംഗോ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് തണ്ണിമത്തന് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ അളവൊന്നും പറയുന്നില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. കുറച്ച് നേന്ത്രപ്പഴം അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് അനാർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ബദാം ചോപ്പ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാഷ്യൂ നട്ടും ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള എല്ലാ ഫ്രൂട്ട്സും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഫ്രൂട്ട്സും അതുപോലെ തന്നെ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് സോക്ക് ചെയ്ത കസ്കസ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കയ്യിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ ചേർക്കാം. പുളിയില്ലാത്ത ഫ്രൂട്ട്സ് ചേർക്കുന്നതാവും കൂടുതൽ നല്ലത്. നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഈ ഡെസേർട്ടിന്. അതാ ഞാനിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുപ്പോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. നമുക്കിത് സെർവ് ചെയ്യുന്ന ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാവരും ഒരു വട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഫ്താറിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റമാണിത്. എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഇഫ്താറിനൊക്കെ ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ല. ഫ്രൂട്ട്സോ അതുപോലെ ജ്യൂസോ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇത് മാത്രം മതി വയറ് നിറയാനായിട്ട്.
ഇനി ഞാനിത് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല കളർഫുൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് ഗാർണിഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഭംഗി ഉണ്ടാകും. പിന്നെ ഇതിൻ്റെ കൂടെ നട്ട്സൊക്കെ വെച്ചിട്ടും ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കട്ട് പീസ് വെച്ചിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഓരോ ചെറിയും ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും ഇതുപോലെ ഈസി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതാണ്. താങ്ക്